ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട എന്നാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിനെ കുറിച്ചാണ്. നമ്മൾ അറിയാതെ പോകുന്ന എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ വാക്കുകളുടെ ശക്തി. നാം ദിവസേന ഉപയോഗിക്കുന്ന ഒരു സാധാരണ കാര്യം, നമുക്ക് തികച്ചും നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യം, പക്ഷെ അതിന് വലിയ ശക്തിയുണ്ട്. അതെ, ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ വാക്കുകളെ കുറിച്ചാണ്. നമ്മൾ സംസാരിക്കുന്ന ആ ചെറിയ വാക്കുകൾ, അതിൽ തന്നെയുണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന അത്ഭുത ശക്തി. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഒരു പ്രത്യേക ഊർജമുണ്ട്. അത് നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും ഒരുപാട് സ്വാധീനിക്കാൻ കഴിയും. നമ്മൾ അറിയാതെ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ വിളിച്ചു വരുത്തുന്നത് നമ്മുടെ വാക്കുകളിലൂടെയാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ എത്രത്തോളം ശക്തമാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ വീഡിയോയിൽ നിങ്ങളുടെ വാക്കുകൾ എത്ര ശക്തമാണെന്നും അവ എങ്ങനെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാമെന്നും ഞാൻ നിങ്ങളോടൊരു കൂട്ടുകാരിയെ പോലെ ലളിതമായി പറയാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ചായയോ അല്ലെങ്കിൽ കാപ്പിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ എടുത്ത് കുടിച്ചുകൊണ്ട് നിങ്ങളിത് കണ്ടോളൂ. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എപ്പോഴും എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എനിക്കൊന്നിനും ഭാഗ്യമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പതിയെ നിങ്ങളും അത് വിശ്വസിക്കാൻ തുടങ്ങും. പിന്നെ ഒരു പുതിയ കാര്യം ചെയ്യാനോ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനോ നിങ്ങൾക്കൊരു താല്പര്യവും തോന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി നിങ്ങളൊരു പരാജയമാണെന്ന ചിന്ത ഉറച്ചു പോയിട്ടുണ്ടാവും. നമ്മുടെ ഓരോ വാക്കും ഒരു വിത്തുപോലെ നമ്മുടെ മനസ്സിൽ പതിയും. കാലക്രമേണ അതെന്താകുന്നു? ഒരു വലിയ ചെടിയായിട്ട് വളരുന്നു. നമ്മുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, സ്വഭാവങ്ങൾ എല്ലാം ആ വാക്കുകളിൽ നിന്നാണ് വളരുന്നത്. അതിനാൽ എന്താണ് നട്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് മനസ്സിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ലോജിക് ഉള്ളതും മറ്റേത് ലോജിക് ഇല്ലാത്തതും. ഇവിടെ പ്രാധാന്യമുള്ളത് ലോജിക് ഇല്ലാത്ത ഭാഗത്തിനാണ്, അതായത് ഉപബോധ മനസ്സിനെ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കുഞ്ഞിനോട് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് പറ്റില്ല, നീ തോറ്റുപോകും. അവൻ ആദ്യം അത് വിശ്വസിക്കില്ല. പക്ഷെ ഒരുപാട് തവണ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ അവനത് ആത്മാർത്ഥമായി വിശ്വസിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നാം നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ, ഞാൻ നല്ലതല്ല, എനിക്കത് ലഭിക്കില്ല, ഞാൻ എല്ലായ്പ്പോഴും തോറ്റുപോകും, ഇവയെല്ലാം നമ്മുടെ മനസ്സിൽ പതിയെ പതിയെ സത്യമാകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. ഇവിടെ ഒരു വലിയ രഹസ്യം പറയാം. നമ്മുടെ വാക്കുകൾ ഒരു തരത്തിൽ മന്ത്രം പോലെയാണ്. നമ്മൾ എന്തു പറയുന്നുവോ അതാണ് നമ്മുടെ ഉൾബോധത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. പലരിൽ നിന്നും നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും രോഗിയായിരിക്കും, എനിക്ക് പണം ഉണ്ടാവത്തില്ല, ഞാൻ എപ്പോഴും ഒറ്റപ്പെടും, അങ്ങനെയൊക്കെ. നമുക്കൊന്ന് ചിന്തിച്ചാലോ, നമ്മൾ എന്താണ് ഓരോ ദിവസവും മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്, നമ്മുടെ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. നമുക്ക് നന്നാവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ പറയുന്നത് വെറുതെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ നന്നാവും? ഇനി ചിന്തിക്കൂ, നമുക്കൊരു ചെറിയ മാറ്റം വരുത്താം. നമുക്ക് പറയുന്നത് പോസിറ്റീവ് ആക്കാം. ആ ശബ്ദങ്ങൾ വഴി പുതിയൊരു ഭാവി സൃഷ്ടിക്കാം. ദിവസവും നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തൂ. ഇനി ഒരു രഹസ്യം പറയാം. ലോകത്തിലെ ഏറ്റവും വിജയിച്ച മനുഷ്യർ ദിവസവും അഫർമേഷൻസ് പറയുന്നു. അഫർമേഷൻസ് എന്താണ്? അത് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായി പരിശീലിപ്പിക്കുന്ന ശക്തമായ വാക്കുകളാണ്. എല്ലാ ദിവസവും രാവിലെ 5 മുതൽ 10 മിനിറ്റ് എടുത്ത് കണ്ണാടിയിൽ നോക്കി നിങ്ങളോട് തന്നെ പറയൂ, ഞാൻ ഒരു മികച്ച വ്യക്തിയാണ്, ഞാൻ ദയാലുവാണ്, ഞാൻ ശക്തനാണ്, എനിക്ക് എന്തും നേടാൻ കഴിയും, ഞാൻ ഓരോ ദിവസവും വളരുകയാണ്, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്ക് പരിധികളില്ല. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയൂ, ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് ഇഷ്ടമുള്ള ശരീരം ഞാൻ നേടും. നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് പറയൂ, ഞാൻ സമ്പന്നനാണ്, എനിക്ക് സമൃദ്ധി അർഹതയുണ്ട്, ഞാൻ അതിന് യോഗ്യനാണ്. നിങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് പറയൂ, ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും.
ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ പുനർനിർമ്മിക്കും, നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്? സന്തോഷമോ, സമാധാനമോ, വിജയമോ? അതെല്ലാം നിങ്ങളുടെ വാക്കിലൂടെ വിളിച്ചു വരുത്തൂ. ഞാൻ എനർജിയാൽ നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ്, എനിക്ക് എല്ലായിടത്തും അവസരങ്ങൾ ലഭിക്കുന്നു. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്നു, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകളാകുന്നു, നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളാകുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശീലങ്ങളാകുന്നു. ഒടുവിൽ ഈ ശീലങ്ങൾ നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കൂ. സ്നേഹം, സന്തോഷം, ആരോഗ്യം, സമൃദ്ധി ഇവയെല്ലാം നിങ്ങളുടെ വാക്കിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തൂ. നമുക്കൊരു ലോക പ്രശസ്തനായ മനുഷ്യനെ ഓർക്കാം, മുഹമ്മദ് അലി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും മികച്ചവനാണ്. അദ്ദേഹത്തിന് ഒരു സംശയവും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ ലോകത്തിലെ മികച്ച ബോക്സറാക്കി. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ഇതേ ഉറപ്പോടെ സംസാരിക്കൂ. ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്ക് എല്ലായിടത്തും അവസരങ്ങൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. നമ്മൾ പറയുന്ന ഒരു ചെറിയ വാക്ക് പോലും മറ്റൊരാളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും വേദനിപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ലതും ദയയുള്ളതുമായ വാക്കുകൾ മാത്രം മറ്റുള്ളവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്ന രീതിയും വളരെ പ്രധാനമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. എനിക്കൊരു ഡോക്ടർ ആവണം, എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അത് വെറും വാക്കുകളായിട്ട് തോന്നരുത്. നിങ്ങളുടെ ഉള്ളിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന ഉറച്ച വിശ്വാസം വേണം. എപ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം, നമ്മുടെ വാക്കുകൾക്ക് ഒരാളെ ഉയർത്താനും താഴ്ത്താനും കഴിയും. അതൊരു മൂർച്ചയുള്ള വാള് പോലെയാണ്. ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ അത് നമ്മളെ സംരക്ഷിക്കും, എന്നാൽ അശ്രദ്ധമായി ഉപയോഗിച്ചാൽ അത് നമ്മളെ മുറിവേൽപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് കുറച്ച് വിശ്വാസത്തോടെ സംസാരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഇനി ഡെയിലി ചെയ്യാവുന്ന ഒരു ചെറിയ പ്രാക്ടീസും കൂടെ പറയാം. എല്ലാ ദിവസവും ചെയ്തു നോക്കൂ. കുറഞ്ഞൊരു 7 ദിവസമെങ്കിലും ചെയ്യണം. അതിൽ കൂടുതൽ ദിവസം ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുന്നത് അതാണ് ഏറ്റവും നല്ലത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്: ഇന്ന് ഒരു നല്ല ദിവസമായിരിക്കും. എനിക്ക് ആത്മവിശ്വാസം, സമൃദ്ധി, സന്തോഷം ലഭിക്കുന്നു. എനിക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ വഴിയിൽ വരുന്നു. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഒരു 21 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കുക കേട്ടോ. എന്തായാലും നല്ല വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ ആത്മവിശ്വാസം പലതും തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് മുതൽ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് പരിശീലിപ്പിക്കൂ. ഓരോ ദിവസവും കണ്ണാടിയിൽ നോക്കി പറയൂ, ഞാൻ ശക്തനാണ്, ഞാൻ യോഗ്യനാണ്, എനിക്ക് എന്ത് നേടാൻ കഴിയുമെന്ന്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ വിധിയെ രൂപപ്പെടുത്തും. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ തുടങ്ങൂ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ വാക്കുകൾ ഇന്ന് തന്നെ മാറ്റം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ജീവിതം തന്നെ മാറ്റാം നമ്മുടെ വാക്കുകൾ കൊണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്